Good afternoon. Okay, all of you take your Malayalam textbook. നമ്മള് നാലാമത്തെ ലെസൺ കംപ്ലീറ്റ് ആയില്ലേ മക്കളെ? പോകല്ല പൂക്കാലമേനിയിലെ ക്വസ്റ്റ്യൻസ് തന്നോ ഞാൻ? മിസ്സേ അതിനൊത്തെ ചേർത്ത് എഴുതാൻ അതൊന്നും തന്നില്ലായിരുന്നു. ഇല്ല അല്ലേ? ഓക്കെ, നമുക്കത് പറയാന്നാല്. അത് പാഠഭാഗം മനസ്സിലായില്ലേ എല്ലാവർക്കും? ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അതിന്റെ മീനിങ് മുതൽ നമുക്ക് പറയാം. പദങ്ങളുടെ അർത്ഥം പഠിക്കാം. പേജ് നമ്പർ 17, 17ാമത്തെ പേജ്. ഓക്കെ, അപ്പൊ കുമാരനാശന്റെ പോകല്ല പൂക്കാലമേ നീ എന്ന കവിതയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, അപ്പൊ അതില് അർത്ഥം ഏതൊക്കെയാ? വായിക്കുക. എഴുതിയോ മക്കളെ നോട്ടിലേക്ക്? ഇനി നമ്മുടെ പാഠം 4, പോകല്ല പൂക്കാലമേ നീ. അതിന്റെ അർത്ഥ മീനിങ് എഴുതിയോ? എഴുതിയില്ല അല്ലെ? എഴുതണേ കേട്ടോ. ഇന്ന് നിങ്ങൾ എഴുതണേ, ഇപ്പല്ല ഇന്ന്. എക്സാമിന് പഠിക്കാനുണ്ടാവും അല്ലേ? എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുതിയാലും മതി. നിങ്ങൾക്ക് നാളത്തെ എക്സാമിനുള്ളതും നാളെ വരെ ഇല്ലേ? നാളെയും കൂടി ഇല്ലേ എക്സാം? നാളെ ഏതാ സബ്ജക്ട് നിങ്ങൾക്ക് എക്സാം? മാത്സ്. ഓക്കെ, ഒരുപാട് പഠിക്കാനുണ്ടാവുകൊണ്ട് നിങ്ങൾ മാത്സ് പഠിച്ചാൽ മതി. സൗണ്ട് കേൾക്കുന്നു. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് വൺ അർത്ഥം വായിക്കുക. എന്താ അർത്ഥം? വർദ്ധിക്കുക. നെക്സ്റ്റ് പുഷ്പഗന്ധം, പൂമണം. ഓക്കെ, കോകിലങ്ങൾ, ചന്തം, ഭംഗി. ധര, ഭൂമി. നാഗം, വസന്തം, ഈശ്വരൻ അല്ലേ? ഓക്കെ, അത്രയാണ് മീനിങ് എഴുതാനുള്ളത്. എല്ലാ മക്കളും നോട്ടിലേക്ക് പകർത്തി എഴുതണം. എക്സാം കഴിഞ്ഞിട്ട് നാളെ എഴുതിയാൽ മതി. നെക്സ്റ്റ് പര്യായ പദാണ് മുല്ല, മല്ലിക, മാലതി, വാസന്തി. നെക്സ്റ്റ് കോവിലം, പരഭൂതം, കുയിൽ, നെക്സ്റ്റ് ധര, ധരിണി, ധരിത്രി, ധോണി. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ഇതിന്റെ ബാക്കിയായിട്ടാണ് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ വരുന്നത് നിങ്ങൾക്ക് മീനിങ് ഒക്കെ. പൂങ്കാവ്, പൂന്തോട്ടം, പുഷ്പവാടി, വസന്തം, പൂക്കാലം, മാധവം അല്ലെ? ചേർത്ത് എഴുതാന്നാണ് അല്ലെ? പൂക്കുന്നു പ്ലസ് ഇതാ എന്താണ്? പൂക്കുന്നിത. അടുത്തത് ഉല്ലാസം പ്ലസ് ഈ എന്താ വരുക? ഉല്ലാസമീ. ഉല്ലാസമീ എഴുതിയോ? അവിടെ എഴുതി വെക്കണേ. ടെക്സ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഇപ്പൊ തന്നെ. ഉല്ലാസമീ. ഓക്കെ, നെക്സ്റ്റ് എന്താ? പാടി പ്ലസ് പറന്ന്. പാടി പറന്ന്. പാ ഇരട്ടിക്കു കേട്ടോ. പാടി പറന്ന്. എഴുതിയ എല്ലാവരും? എഴുതുന്നില്ലേ ഇപ്പൊ തന്നെ? പാടിപ്പറന്ന്. അടുത്തത് ദിക്ക് പ്ലസ് ഓർത്ത്. ദിക്കോർത്ത്. അത് നോട്ട് ടെക്സ്റ്റിൽ എഴുതി വെക്കണേ നിങ്ങള്. ചിലവര് ടെക്സ്റ്റ് കൊണ്ടുവരുമ്പോ കംപ്ലീറ്റ് അല്ലായിരുന്നു. ദിക്കോർത്ത്.
ഓക്കെ, അത്രയാണത്. ചേർത്ത് എഴുതുക. നെക്സ്റ്റ് പൂക്കാലം പോലെ വരുന്ന, എഴുതി കഴിഞ്ഞോ എല്ലാവരും? എന്റെ ദേവാഞ്ജന ഉറക്കു തൂക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പൂക്കാലം പോലെ വരുന്ന മറ്റു കാലങ്ങൾ ഓർമ്മിച്ചെഴുതുക. ഓക്കെ, കാലം, മഴക്കാലം, വേനൽക്കാലം, വസന്തകാലം. വെരി ഗുഡ്. ഓക്കെ, പൂക്കാലം, മഞ്ഞുകാലം എന്ന് അവിടെയുണ്ട്. ബാക്കി നമ്മൾ എഴുതണം എന്തൊക്കെ? വസന്തകാലം വേണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് വേനൽക്കാലം, മഴക്കാലം. ഓക്കെ, എഴുതിക്കോ. എഴുതരണോ? എഴുതാൻ അറിയോ എല്ലാവർക്കും? ഇത് കഴിഞ്ഞോ? ഇത് എഴുതിയോ? ഓക്കെ, അപ്പോ മഴക്കാലം ആ ഡേഷിലെടുത്ത് എഴുതുക കേട്ടോ. ആരാ ഇവിടെ എഴുതുന്നേ? സ്ക്രീൻ ഷെയർ കാണുന്നില്ല. ക്രിസ്റ്റി സിൻഡോ എഴുതുന്നുണ്ട് ഇവിടെ. ആർക്കാ കാണാത്ത സ്ക്രീൻ ഷെയർ? ദേവാഞ്ജന. എന്ത് പറ്റി ദേവാഞ്ജന? നിഹാൽ കാണുന്നുണ്ടോ മോനെ? നിഹാലെ? യെസ്, കാണുന്നുണ്ട് എല്ലാവർക്കും. എന്ത് പറ്റി ദേവാഞ്ജന? നെറ്റ് ഇല്ലാന്ന് തോന്നുന്നു മോളെ നിനക്ക്. ഇതല്ലേ സ്ക്രീൻ ഷെയർ? ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലം, നെക്സ്റ്റ് വേനൽക്കാലം. ഓക്കെ, മിസ്സേ ഇതെല്ലാം നോട്ട്ബുക്കിലോട്ട് എഴുതണം. ആ നോട്ട്ബുക്കിലും എഴുതണം ഇതൊക്കെ കേട്ടോ. ചിലവര് നോട്ട്ബുക്കിൽ അർത്ഥം പോലും എഴുതിയില്ല. നോട്ട് നോക്കാൻ വരുമ്പോഴേക്ക് വെറും ക്വസ്റ്റ്യൻ ആൻസർ മാത്രം. മിസ് എഴുതുന്ന ക്വസ്റ്റ്യൻ ആൻസർ മാത്രം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ എന്തിനായിട്ട് നോട്ടിലൂടെ നിങ്ങളത് പകർത്തി എഴുതണം എല്ലാം. ഓക്കെ, അപ്പൊ വേനൽക്കാലം, പിന്നെന്താ വേണ്ടേ? വസന്തകാലം. വസന്തകാലം വൃത്തി എഴുതണം കേട്ടോ. മിസ് എഴുതിട്ട് ശരിയായിട്ട്. ഓക്കെ, വസന്തകാലം. നെക്സ്റ്റ് പിരിച്ചെഴുതാനാണ് അല്ലെ? അടുത്തത് പിരിച്ചെഴുതുക. പിരിച്ചെഴുതുക എങ്ങനെയാ? കാടന്തി മേഘങ്ങൾ പോലെ അല്ലേ? എങ്ങനെയാ പിരിച്ചെഴുതുക? കാട് പ്ലസ്, അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പ്ലസ് എഴുതിയിട്ടില്ല കേട്ടോ. നിങ്ങൾ പ്ലസ് ഇടണം. കാട് പ്ലസ് അന്തിമേഘങ്ങൾ പ്ലസ്, അതായത് അധികം എന്നുള്ള ചിഹ്നം പോലെ. ആരാ മിസ് വിളിക്കുന്നേ? ആരാ വിളിച്ചേ മിസ്സിനെ? എവിടെ? ഓക്കെ, വേനൽക്കാലത്തിനാ. വസന്തകാലം ഇല്ല. എവിടെ? വസന്തകാലം വേണ്ട കേട്ടോ. ഇക്ക വേണ്ട വസന്തകാലത്തിന്. വസന്തകാലം ഇക്ക വേണ്ട കേട്ടോ. വേനൽക്കാലവും മഴക്കാലവും വരുമ്പോ ഇക്ക വേണ്ട. മഞ്ഞുകാലം എഴുതുമ്പോ ഇക്ക വേണ്ട. മഞ്ഞുകാലം അവിടെ ഉണ്ട്. നെക്സ്റ്റ് കാടന്തി മേഘങ്ങൾ പോലെ എന്നുള്ളത് കാട് പ്ലസ് അന്തിമേഘങ്ങൾ പ്ലസ് പോലെ. കാടന്തി മേഘങ്ങൾ പോലെ. അടുത്തത് കതിർക്കാമ്പ്. എങ്ങനെയാ പിരിച്ചെഴുതുക? ഓക്കെ, വെരി ഗുഡ്. കതിർ പ്ലസ് കാമ്പ്, കതിർക്കാമ്പ് അല്ലെ? കതിർ പ്ലസ് കാമ്പ് എഴുതിക്കോ. ആരാ ഇവിടെ വരച്ചാള്? കാജലാണോ വരക്കുന്നത്? വരക്കരുത് കേട്ടോ. വേണ്ട, കതിർ കാമ്പ്. അത് പിരിച്ചെഴുതുമ്പോ നമ്മള് ഇക്ക എഴുതരുത്, അന്നേരം തെറ്റിയില്ലേ? കതിർ പ്ലസ് ഇടണം കേട്ടോ. കതിർ പ്ലസ് കാമ്പ്, ഇക്ക വേണ്ട.
കാമ്പ കതിർക്കാമ്പ്. അത് കഴിഞ്ഞിട്ട് സന്തോഷമേറുന്നു. സന്തോഷം സന്തോഷം പ്ലസ് ഏറുന്നു. ഓക്കെ, സന്തോഷം പ്ലസ് ഏറുന്നു. നെക്സ്റ്റ് ആളേറെയായി. ആള് ആള് എങ്ങനെ എഴുതുക? ആള് പ്ലസ് ഏറെ പ്ലസ് ആയിന്നു എഴുതാ. ആള് പ്ലസ് ഏറെ ആയിന്നു എഴുതാ. ഏറെ ആയിന്ന് ഒന്നിച്ചു എഴുതാ, അല്ലെങ്കിൽ ഏറെ പ്ലസ് ഒന്നും കൂടി വേണമെങ്കിൽ പിരിക്കാം, ആയി. ഏറെ ആയി എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ കതിർ പ്ലസ് കാമ്പ് കതിർക്കാമ്പ്. സന്തോഷം പ്ലസ് ഏറുന്നു സന്തോഷമേറുന്നു. ആള് പ്ലസ് ഏറെ പ്ലസ് ആയി ആളേറെ ആയി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തെന്താ? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നാണ്. അതിൽ ഫസ്റ്റ് വൺ എന്താ ക്വസ്റ്റ്യൻ? പൂക്കാലം വന്നപ്പോൾ ഏതെല്ലാം പൂക്കളാണ് പൊട്ടിവിരിഞ്ഞത്? ഞാൻ മാർക്ക് ചെയ്ത് തന്നാൽ നിങ്ങൾ എഴുതുവോ നോട്ട്ബുക്കിലേക്ക്? ഏതെല്ലാം പൂക്കളാ? പൂക്കാലം വന്നപ്പോൾ ഏതെല്ലാം പൂക്കളാ പൊട്ടിവിരിഞ്ഞത്? മുല്ല പൂക്കുന്നിലഞ്ഞി വരണ്ട, ഇലഞ്ഞി. മുല്ല കോമയിടുക, ഇലഞ്ഞി തേന്മാവ്, അശോകം. ഇങ്ങനെ എഴുതണ്ടോ? എങ്ങനെ എഴുതണ്ടെന്ന് അറിയോ? നോട്ട് ചെയ്തോ? ഇപ്പൊ നോട്ടിലേക്ക് എഴുതണ്ട, നിങ്ങൾ എവിടെയെങ്കിലും ഓക്കെ ഓക്കെ ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ എങ്ങനെ എഴുതണ്ടെന്ന് അറിയോ? ഇപ്പൊ ഇല്ല. അപ്പോ എങ്ങനെ എഴുതണ്ടെന്ന് അറിയോ? മുല്ല കോമയിടുക, ഇലഞ്ഞി കോമ, തേന്മാവ് കോമ, അശോകം. ഇവയാണ് എന്ത്? പൂക്കാലം വന്നപ്പോൾ പൊട്ടിവിരിഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ? തെറ്റിക്കോ ഇനി സ്വന്തം എഴുതുമ്പോ? ഒന്നുകൂടി പറയാം. മുല്ല, നോട്ടിലേക്ക് നല്ല വൃത്തിയിൽ പിന്നീട് എഴുതിയാൽ മതി. ജസ്റ്റ് ചെറുങ്ങനെ എവിടെയെങ്കിലും നോട്ട് ചെയ്യുക, മാർക്ക് ചെയ്യോ, നോട്ട് എന്തെങ്കിലും ചെയ്യുക. മുല്ല, ഇലഞ്ഞി, തേന്മാവ്, അശോകം. ഇവയാണ് മുല്ല, ഇലഞ്ഞി, തേന്മാവ്, അശോകം. ഇവയാണ് പൂക്കാലം വന്നപ്പോൾ പൊട്ടിവിരിഞ്ഞത്. മുല്ല ഗ്രൂപ്പിലയക്കടാ. ഓക്കെ, എന്നാ ഞാൻ എഴുതി വിട്ടോളാം. സ്വന്തം എഴുതിയിട്ട് തെറ്റിക്കോ എല്ലാവരും? ഓക്കെ, പറഞ്ഞ നിങ്ങൾ എഴുതുവോ വേഗം? മുല്ല, മുല്ല എഴുതിയോ? ഇലഞ്ഞി, തേന്മാവ്, അശോകം.
ഓക്കെ, ഇവയാണ് എഴുതി മിസ്. പൂക്കാലം വന്നപ്പോൾ പൊട്ടിവിരിഞ്ഞത്. സെക്കൻഡ് വേണം പറയോ? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ വായിച്ചേ. കോകിലങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും ഉല്ലാസമേകിയത്? കോകിലങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും ഉല്ലാസമേകിയത്? അല്ലേ? എങ്ങനെയാ? എല്ലാവർക്കും വേഗുന്നിതേ കോകിലങ്ങൾ. എങ്ങനെയാ ഉല്ലാസമേകിയത്? ആ, എങ്ങനെയാ കോകിലങ്ങള്? കൂക്കു എന്ന ആരവത്താലാണ്, കൂക്കു എന്ന ആരവത്താലാണ് കോകിലങ്ങൾ എല്ലാവർക്കും ഉല്ലാസമേകിയത്. കൂക്കു, കൂന്ന് എഴുതുക, എന്നിട്ട് കൊട്ടേഷൻ മാർക്ക് ഇടുക രണ്ടിനും. എന്ന ആരവത്താലാണ്, ശബ്ദത്താലാണ് അർത്ഥത്തില്. കോകിലങ്ങൾ, അതായത് കുയിലുകള്, കോകിലങ്ങൾ എല്ലാവർക്കും. അയച്ചു തരാന്ന്, ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെ പോവാ അല്ലേ? ഏതായാലും ഞാൻ അയച്ചു തരാം. കൂക്കു എന്ന ആരവത്താലാണ് കോകിലങ്ങൾ എല്ലാവർക്കും ഉല്ലാസമേകിയത്. ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ ഇനി മുതലേ ക്ലാസ്സിന്റെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ എഴുതി വെച്ചിട്ട് പിന്നെ സെൻഡ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ കുറെ കുട്ടികൾ എഴുതില്ല, എഴുതാൻ അറിയാത്ത കുറെ കുട്ടികളുണ്ട്. നിങ്ങളൊന്ന് അക്ഷരങ്ങൾ നല്ലതുപോലെ എഴുതി പഠിക്കും മക്കളെ. സ്വരാക്ഷരങ്ങൾ തുടങ്ങി നിങ്ങൾ ആ ചെറിയ ക്ലാസ്സിന്റെ ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്ത് കാണും, ചിഹ്നങ്ങളൊക്കെ ഉള്ളത്. സേറ നല്ലതുപോലെ പഠിക്കണം. ഏത്? ഞാൻ ഏതായാലും വാട്സപ്പിൽ തന്നെ എഴുതി സെൻഡ് ചെയ്ത് തരാം. ഇത് പകുതി ആളെ എഴുതുന്നുണ്ട്, പകുതി ആളെ എഴുതി. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്നറിയോ? കോകിലങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും ഉല്ലാസമേകിയത്? കൂക്കു എന്ന ആരവത്താലാണ് കോകിലങ്ങൾ എല്ലാവർക്കും ഉല്ലാസമേകിയത്. അങ്ങനെയാണ് ആൻസർ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പൊ എഴുതണ്ട, ഞാൻ ഏതായാലും ഞാൻ ഗ്രൂപ്പിൽ വിടണം. പാടങ്ങൾ എന്ത് നിറമാണ് പൂണ്ടത്? എന്ത് നിറമാണ്? പൊന്നിൻ നിറം. പാടങ്ങൾ പൊന്നിൻ നിറമാണ് പൂണ്ടത്. അത്രയേ ഉള്ളൂ അതിന്റെ ആൻസർ. പാടങ്ങൾ പൊന്നിൻ നിറമാണ് പൂണ്ടത്. നെക്സ്റ്റ് ഫോർത്ത് വൺ, തത്തകൾ കതിർക്കാമ്പ് കൊത്തിക്കൊണ്ട് എങ്ങോട്ടാണ് പറന്നു പോകുന്നത്? എങ്ങോട്ടാണ്? പാഠം ശ്രദ്ധിച്ചില്ലേ? തത്തകൾ അവരുടെ കൂടുകളിലേക്കാണ് അല്ലേ? തത്തകൾ കതിർക്കാമ്പ് കൊത്തിക്കൊണ്ട് അവരവരുടെ കൂടുകളിലേക്കാണ് പറന്ന് പോകുന്നത്. അതാണ് അതിന്റെ ആൻസർ. തത്തകൾ കതിർക്കാമ്പ് കൊത്തിക്കൊണ്ട് അവരുടെ കൂടുകളിലേക്കാണ് പറന്നു പോകുന്നത്. എക്കോ വരുന്നുണ്ട്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അന്തിമേഘങ്ങൾ പോലെ കാട് ചുവക്കാൻ കാരണമെന്ത്? എന്താണ്? എന്തുകൊണ്ടാണ് അന്തിമേഘങ്ങൾ പോലെ കാട് ചുവന്നത്? വസന്തകാലം ആയതുകൊണ്ട് കാടുകളെല്ലാം പൂത്തത് കൊണ്ടാണ് അന്തിമേഘങ്ങൾ പോലെ കാട് ചുവന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? പൂക്കാലമല്ലേ, പൂക്കാലം ആയതുകൊണ്ടല്ലേ മരങ്ങളൊക്കെ പുഷ്പിച്ചിട്ടുണ്ടായത്, ഇലഞ്ഞിയും തേന്മാവും അശോകവും ഒക്കെ. അപ്പൊ എന്താണ് ചുരുക്കത്തിൽ പറയേണ്ടത്? വസന്തകാലം ആയതുകൊണ്ട് കാടുകളൊക്കെ പൂത്തത് കൊണ്ടാണ് അന്തിമേഘങ്ങൾ പോലെ കാട് ചുവന്നത്. ഓക്കെ, അതിന്റെ ആൻസർ. അപ്പൊ ഇത്ര പോലെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുവായിരുന്നു? ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളുടെ നോട്ട്ബുക്കില് അർത്ഥവും പര്യായവും. ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണോ? ഓക്കെ, നിങ്ങൾ ഇന്ന് ഒറ്റയ്ക്ക് എഴുതണ്ട, തെറ്റിക്കും നിങ്ങൾ.
വസന്തകാലമായതുകൊണ്ടാണ് കാടുകളെല്ലാം ചുവത്തുന്നോ അല്ല വസന്തകാലമായതുകൊണ്ട് കാടുകളെല്ലാം ചുവന്നത് കൊണ്ടാണ് അന്തിമേഘങ്ങൾ പോലെ കാട് ചുവന്നത്. അത്ര എഴുതിയാൽ മതി നിങ്ങള്. അത് ഞാൻ എഴുതിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ അതിനു മുമ്പ് എന്താ എഴുതേണ്ടതെന്ന് അറിയുന്നേ? അർത്ഥവും ഇന്നല്ല നാളെ അർത്ഥം പര്യായപദം ചേർത്ത് എഴുതുക. പൂക്കാലം പോലെ വരുന്ന മറ്റു കാലങ്ങൾ നെക്സ്റ്റ് പിരിച്ചെഴുതുക. ഇത്രയും കാര്യങ്ങൾ നോട്ടിലേക്ക് ഭംഗിയായി എഴുതി വെക്കുക. ഓക്കെ, ദേവാഞ്ജനെല്ലാം എഴുതി കഴിഞ്ഞു അല്ലേ? ആ, നെക്സ്റ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ കണ്ടോ നിങ്ങള്? ശ്രദ്ധിച്ചേ, അനുബന്ധ പ്രവർത്തനങ്ങൾ. നിങ്ങളുടെ വീട്ടുമുറ്റത്തും തൊടിയിലും കാണുന്ന പൂക്കൾ ഏതെല്ലാമെന്ന് കണ്ടറിയുക. ഇതുവരെ ചെയ്ത സംഭവങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്തോ കഴിഞ്ഞ വർഷം 2 ചെയ്യാൻ പറഞ്ഞില്ല, അതില്ലേ നിങ്ങളുടെ കയ്യില്? പോയറ്റ്സിന്റെ ഇത് കവികളുടെ അതെനിക്ക് തന്നെ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അടുത്തുള്ളവരിങ്ങ് തന്നെ. പിന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്തും തൊടിയിലും കാണുന്ന പൂക്കൾ ഏതെല്ലാം എന്ന് കണ്ടറിയുക. അവയുടെ പേരുകൾ എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഓക്കെ, ക്ലാസ്സിൽ അവതരിപ്പിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടുമുറ്റത്തും തൊടിയിലും കാണുന്ന പൂക്കൾ ഏതെല്ലാം എന്ന് കണ്ടറിയണം. ഓക്കെ, എനിക്ക് എഴുതി. കവികളുടെയും പക്ഷികളുടെയും ഫോട്ടോ ചോദിച്ചായിരുന്നു. ആ, എനിക്ക് എഴുതി സൂക്ഷിച്ചിട്ടുണ്ടോ എല്ലാവരും? യെസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ അനുബന്ധ പ്രവർത്തനം എന്താണെന്നറിയോ? വായിച്ചു നോക്കിയേ. ഇവിടെ ചേർത്തിട്ടുള്ളത് പോലെ പൂക്കാലത്തെ പറ്റി മറ്റു കവികൾ എഴുതിയ ചില കവിതാഭാഗങ്ങൾ കുറിച്ചെടുക്കുക. അവ നന്നായി കുടുംബവേദികളിലും സുഹൃത്ത് സദസ്സുകളിലും ചൊല്ലുക. മനസ്സിലായോ? എന്താണ് ഇവിടെ ചേർത്തിട്ടുള്ളത് പോലെ പൂക്കാലത്തെ പറ്റി മറ്റു കവികൾ എഴുതിയ കവിതകൾ അല്ലെ? ആരൊക്കെയോ എഴുതിയിട്ടുണ്ട് പൂക്കാലത്തെ പറ്റി. അത് എന്ത് ചെയ്യുക? കുറിച്ചെടുക്കുക. എന്നിട്ടോ അവ നന്നായി കുടുംബവേദികളിലും കുടുംബ സദസ്സുകളിലും സുഹൃത്ത് സദസ്സുകളിലൊക്കെ നിങ്ങൾ ചൊല്ലുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ചുരുക്കത്തിൽ എന്താ ചെയ്യണ്ടേ? ഇതുപോലെ പൂക്കാലത്തിനെ പറ്റി എഴുതിയ കവിതകളൊക്കെ ശേഖരിക്കണം. ഓക്കെ, നിങ്ങളെ നോളജ് വർദ്ധിക്കാൻ വേണ്ടിയാണ് അനുബന്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളത് ചെയ്യണം കേട്ടോ. ഇതാരെ ഈ അപ്പൂസ്? ആരെ ഈ അപ്പൂസ്? ആരും കണ്ടോ? ക്രിസ്റ്റീസിന്റെ ആണോ? ഓക്കെ, വെരി ഗുഡ്. ഞാൻ വെച്ചു ആരോ ഒരറിയാത്ത ആരോ കേറിയോ നമ്മുടെ ക്ലാസ്സിൽ. ആ, പറഞ്ഞോ. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്ത്, 2 നിങ്ങൾ ചെയ്താൽ നല്ല നിങ്ങൾക്ക്. ഏതെങ്കിലും ഒന്നെങ്കിലും ഒന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു പാഠം കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സെൻഡ് ചെയ്ത് തരും. അപ്പൊ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാവരും എഴുതണം. കൃത്യമായി നോട്ട് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇത് നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതണം, പര്യായപദവും അർത്ഥവും ഒക്കെ. ചിലവരെ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ ആൻസറേ കണ്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നെക്സ്റ്റ് പാഠം 5 നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നിങ്ങൾ കണ്ടോ? എന്താണ് പേര്? പക്ഷികളിലെ ഭീമൻ അല്ലെ? പക്ഷികളിലെ ഭീമൻ. ആരാണ് പക്ഷികളിലെ ഭീമൻ? ഒട്ടകപ്പക്ഷി അല്ലെ? ഒട്ടകപ്പക്ഷിയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5ാമത്തെ പാഠത്തില് പക്ഷികളിലെ ഭീമൻ, അതായത് ഒട്ടകപ്പക്ഷിയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. നമുക്ക് നോക്കാം എന്താണെന്ന്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? എങ്ങനെയാണ്? സൂപ്പറാണോ ആള്? നോക്കാലോ നമുക്ക് അല്ലേ? ഒരു മനുഷ്യൻ കേട്ടോ, ഒരു മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയായിരിക്കും അല്ലേ? മനുഷ്യൻ പക്ഷികളുടെ പുറത്ത് സവാരി ചെയ്യുന്ന കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. കഥകളിൽ മാത്രമേ അത്തരം പക്ഷികളെ കുറിച്ച് നാം കേട്ടിട്ടുള്ളൂ. ഭാരതീയ പുരാണങ്ങളിൽ പക്ഷിരാജാവായ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. പക്ഷേ ആധുനിക കാലത്ത് മനുഷ്യൻ പക്ഷികളെ വാഹനമായി ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അതൊരു സത്യമാണ്. ഒട്ടകപ്പക്ഷിയുടെ പുറത്തിരുന്ന മനുഷ്യനെ സഞ്ചരിക്കാൻ കഴിയും. ഓക്കെ, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി.
8 അടിയോളം ഉയരവും 140 കിലോഗ്രാമിലധികം തൂക്കവുമുള്ള ഒട്ടകപ്പക്ഷികൾക്ക് തന്റെ പകുതി പോലും തൂക്കമില്ലാത്ത മനുഷ്യരെ വഹിച്ചു കൊണ്ടുപോകുന്നത് വലിയ വിഷമമുള്ള കാര്യമല്ല. വടക്കേ ആഫ്രിക്കയിലെ ആളുകൾ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. തന്റെ കൂറ്റൻ ശരീരം നിലത്തുനിന്ന് ഉയർത്തി പറക്കാനുള്ള കരുത്ത് ഒട്ടകപ്പക്ഷിക്കില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം അവയ്ക്ക് നൽകിയിട്ടുള്ള ആയുധം കാലുകളാണ്. അതിവേഗത്തിലോടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. മണിക്കൂറിൽ 65 കിലോമീറ്ററോളം വേഗതയിൽ, അതായത് നഗരവീതിയിലോടുന്ന ഒരു മോട്ടോർ കാറിന്റെ വേഗതയിൽ ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. പറക്കാൻ കഴിയാത്ത പോരായ്മ ഓട്ടം കൊണ്ട് അവ പരിഹരിക്കുന്നു. ഇത്രയും വേഗതയിൽ ഓടുന്ന ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് യാത്ര ചെയ്യുക വിഷമമാണ്. നല്ല വേഗതയിൽ ഓടുമ്പോഴായിരിക്കും ചിലപ്പോൾ പക്ഷി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ കുതിച്ചു ചാടുന്നത്, പുറത്തിരിക്കുന്ന ആൾ നിലത്തു വീണതു തന്നെ. ഇത്തരം അപകടങ്ങളെല്ലാം ഉണ്ടെങ്കിലും സാഹസികരായ മനുഷ്യർ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. സഹാറ മരുഭൂമിയുടെ തെക്കുള്ള തുറസായ പ്രദേശത്തും കിഴക്കൻ ആഫ്രിക്കയിലും സാംബിയയിലും കാണപ്പെടുന്ന ഈ പക്ഷി രാക്ഷസിന് പല പ്രത്യേകതകളും ഉണ്ട്. ഇത്രയും വലിപ്പമുണ്ടെങ്കിലും ഒട്ടകപ്പക്ഷികൾ സസ്യഭുക്കുകളാണ്. ഒരു തരം പുൽച്ചെടികളാണ് ഇവയുടെ പ്രധാന ആഹാരം. ഭക്ഷണം കഴിക്കുന്നതിലും ചില പ്രത്യേകതകളുണ്ട്. ആഹാരം സുഗമമായ ആമാശയത്തിൽ എത്തിച്ചേരുന്നതിനു വേണ്ടി ഒട്ടകപ്പക്ഷികൾ ചരൽക്കല്ലുകൾ കൊത്തി വിഴുങ്ങാറുണ്ട്. ചരൽക്കല്ലുകൾ കിട്ടിയില്ലെങ്കിൽ കണ്ണിൽ കണ്ടത് എന്തും ഒട്ടകപ്പക്ഷി കൊത്തി വിഴുങ്ങും. ചെറിയ ടിന്നുകൾ, അടപ്പുകൾ, കമ്പിക്കഷ്ണങ്ങൾ എന്നു വേണ്ട ടെന്നീസ് പന്തുകൾ വരെ അവൻ ഇങ്ങനെ വിഴുങ്ങുമത്രേ. വലിയ പക്ഷിയായതുകൊണ്ട് വലിപ്പമുള്ള മുട്ടകളാണ് ഒട്ടകപ്പക്ഷിക്കുള്ളത്. 20 കോഴിമുട്ടയുടെ വലിപ്പം വരും ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക്. മുട്ടത്തോടിനും അത്ഭുതകരമായ വലിപ്പമുണ്ട്, ബലമുണ്ട്, അത്ഭുതകരമായ ഫലമുണ്ട്. 2 മനുഷ്യർ കയറി നിന്നാൽ പോലും അത് ഉടയുകയില്ല. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ചിലർ ഒട്ടകപ്പക്ഷി നയം സ്വീകരിക്കുന്നു എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രക്ഷപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഒട്ടകപ്പക്ഷി തല മണ്ണിൽ പൂഴ്ത്തി വയ്ക്കുമെന്ന വിശ്വാസമാണ് ഈ ചൊല്ലിന് അടിസ്ഥാനം. പക്ഷേ ഇത് വെറും നുണയാണ്. തിന്നാനും കുടിക്കാനും മാത്രമേ ഈ പക്ഷി തല താഴ്ത്താറുള്ളൂ. ശരീരഭാരം കൊണ്ട് പറക്കാനാകാത്ത മറ്റു ചില പക്ഷികളും ഒട്ടകപ്പക്ഷിക്ക് കൂട്ടുണ്ട്. ആസ്ട്രേലിയയിലെ എമു, സൗത്ത് അമേരിക്കക്കാരനായ റിയ, പെൻഗിൻ തുടങ്ങിയ ഭീമന്മാരും ഇക്കാര്യത്തിൽ ഒട്ടകപ്പക്ഷിയുടെ കൂട്ടുകാരാണ്. അല്ലേ? ഒട്ടകപ്പക്ഷിയെ പറ്റി നിങ്ങൾ കേട്ടില്ലേ? കുറച്ച് കേട്ടു. എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത് നിങ്ങൾക്ക് ഒട്ടകപ്പക്ഷിയെ പറ്റി? ഭീമൻ, പക്ഷികളിലെ ഭീമൻ തന്നെയാണോ ആള്? ഒരു പക്ഷിയുടെ പുറത്താണ് ആര്? മനുഷ്യൻ യാത്ര ചെയ്യുന്നത്, അല്ലേ? അതുപോലെ എന്താ പറഞ്ഞത്? ഒട്ടകപ്പക്ഷികള് മണിക്കൂറിൽ 55 എന്നാ പറഞ്ഞ 65 എന്നാണോ? 65 കിലോമീറ്ററോളം വേഗതയിൽ ഓടും. അതായത് ഒരു നഗരവീതിയിൽ ഓടുന്ന ഒരു മോട്ടോർ കാറിന്റെ വേഗതയിൽ എന്നാ പറയുന്നത്, അല്ലെ? അത്രയും സ്പീഡിൽ ഓടാനുള്ള കഴിവുണ്ട് ആർക്ക്? ഒട്ടകപ്പക്ഷികൾക്ക്. അത് മാത്രല്ല, ചിലപ്പോ എന്ത് ചെയ്യുന്നറിയോ? ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇടക്ക് ബ്രേക്ക് ഇട്ടങ്ങ് നിർത്തും. അപ്പൊ പുറത്തിരിക്കുന്ന ആള് വീഴും, അല്ലെ? അപ്പൊ സാഹസികരായ മനുഷ്യരാണ് ആര്? ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത്. ധൈര്യം ഇല്ലാത്തവർക്ക് കയറാൻ പറ്റില്ല, അല്ലെ? അപ്പോ പക്ഷികളിലെ ഭീമൻ എന്ന ഇതിൽ നമ്മൾ ഒട്ടകപ്പക്ഷിയെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താ പറയുന്നത് നമുക്ക് നോക്കാം, അല്ലെ? ഒരു മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയായിരിക്കും, അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വിചിത്രമായിട്ട്? വിചിത്രം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അത്ഭുതകരം, അല്ലെ? അത്ഭുതം തോന്നുന്നുണ്ടാവുമല്ലോ ഒരു പക്ഷിയുടെ പുറത്ത് ഒരു മനുഷ്യൻ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പൊ വിചിത്രമായിരിക്കും, അല്ലേ? വിചിത്രം എന്താർത്ഥം? അത്ഭുതകരം. ഓക്കെ, വിചിത്രം, അത്ഭുതകരം. അപ്പൊ ഒരു മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയായിരിക്കും, അല്ലേ? മനുഷ്യൻ പക്ഷികളുടെ പുറത്ത് സവാരി ചെയ്യുന്ന കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല, അല്ലെ? മനുഷ്യ പുറത്ത്, പക്ഷിയുടെ പുറത്ത് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പക്ഷെ കഥകളിൽ മാത്രമേ അത്തരം പക്ഷികളെ കുറിച്ച് നാം കേട്ടിട്ടുള്ളൂ. ഭാരതീയ പുരാണങ്ങളിൽ പക്ഷി രാജാവായ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്, അല്ലെ? ഭാരതീയ പുരാണങ്ങളിൽ ഉണ്ടെന്ന് ഗരുഡൻ ആരെ? മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. നമ്മൾ കഴിഞ്ഞ ഏതോ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? കഴിഞ്ഞ ഏതോ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോ അതുപോലെ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. പക്ഷേ ആധുനിക കാലത്ത് മനുഷ്യൻ പക്ഷികളെ വാഹനമായി ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അതൊരു സത്യമാണ്. അപ്പൊ അതൊരു സത്യമാണ് എന്നാണ് പറയുന്നത്.
ഒട്ടകപ്പക്ഷിയുടെ പുറത്തിരുന്ന മനുഷ്യനെ സഞ്ചരിക്കാൻ കഴിയും അല്ലേ? അപ്പൊ ഒരു മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോകാൻ കഴിവുണ്ട് ആർക്ക്? ഒട്ടകപ്പക്ഷിക്ക്. അതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫില് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസം തോന്നും, എന്നിരുന്നാലും ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് ഒരു സത്യമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടി വായിക്കാതെ, ഒരു മനുഷ്യൻ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യുന്നത് വിചിത്രമായ ഒരു കാഴ്ചയായിരിക്കുമല്ലേ? മനുഷ്യൻ പക്ഷികളുടെ പുറത്ത് സവാരി ചെയ്യുന്ന കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല അല്ലെ? സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല, എന്നാലും അത് യാഥാർത്ഥ്യമാണ് എന്നാണ് പറയുന്നത്. കഥകളിൽ മാത്രമേ അത്തരം പക്ഷികളെ കുറിച്ച് നാം കേട്ടിട്ടുള്ളൂ. ഭാരതീയ പുരാണങ്ങളിൽ പക്ഷിരാജാവായ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. അത് പുരാണങ്ങളിലുള്ള കാര്യമാണ് അല്ലെ? പക്ഷേ ആധുനിക കാലത്ത്, ആധുനികം എന്താ അർത്ഥം? ആധുനികം ആധുനികം എന്താ അർത്ഥം മക്കളെ? പുതിയത്. 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 ആധുനികം പുതിയത്. ഓക്കെ, ആധുനികം എന്ന് പറഞ്ഞാല് പുതിയതാണ് കേട്ടോ. പ്രാചീനം എന്ന് പറഞ്ഞാലോ? പ്രാചീനം പഴയത്. അപ്പൊ ആധുനികത്തിന്റെ ഓപ്പോസിറ്റ് വേർഡാണ്, വിപരീത പദമാണ് ഏത്? എന്തെന്നെ സൗണ്ട് ഞാൻ കേൾക്കാണ്. അപ്പൊ ആധുനികം ഓപ്പോസിറ്റ് വേർഡ് എന്താ? പുതിയത്. ആധുനികത്തിന്റെ അർത്ഥമല്ലേ പുതിയത്? പ്രാചീനം പഴയത്. അപ്പൊ ആധുനികം വിപരീത പദം ഏതാണ്? പ്രാചീനം. ആധുനികം പ്രാചീനം എന്ന് പറഞ്ഞാൽ ആധുനിക കവിത്രങ്ങളും പ്രാചീന കവിത്രങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആധുനികം പുതിയത്. സവാരി ചെയ്യുക എന്താ അർത്ഥം? സവാരി ചെയ്യുക, സഞ്ചരിക്കുക. യാത്ര ചെയ്യുക അല്ലെങ്കിൽ സഞ്ചരിക്കുക. സവാരി ചെയ്യുക, സഞ്ചരിക്കുക. വിചിത്രം, അത്ഭുതകരം. ഓക്കെ, ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ അതിൽ പുതുതായി പറയുന്നത്. അപ്പോ കഥകളിൽ മാത്രമേ അത്തരം പക്ഷികളെ കുറിച്ച് നാം കേട്ടിട്ടുള്ളൂ. ഭാരതീയ പുരാണങ്ങളിലെ പക്ഷിരാജാവായ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാണ്. പക്ഷേ ആധുനിക കാലത്ത് മനുഷ്യൻ പക്ഷികളെ വാഹനമായി ഉപയോഗിക്കുന്നു എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അതൊരു സത്യമാണ്. ഒട്ടകപ്പക്ഷിയുടെ പുറത്തിരുന്ന് മനുഷ്യനെ സഞ്ചരിക്കാൻ കഴിയും അല്ലെ? ഒട്ടകപ്പക്ഷിയുടെ പുറത്തിരുന്നിട്ട് മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അല്ലെ? ഇന്ന് അടുത്ത എന്താണ്? ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വച്ച് ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി അല്ലെ? ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. അതിന്റെ വലിപ്പമാണ് അടുത്ത പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ഭാഗമാണ്. 8 അടിയോളം ഉയരവും, ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മുടെ. 8 അടിയോളം ഉയരവും 140 കിലോഗ്രാമിലധികം തൂക്കവുമുള്ള ഒട്ടകപ്പക്ഷിക്ക് തന്റെ പകുതി പോലും തൂക്കവുമില്ലാത്ത മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോകുന്നത് വലിയ വിഷമമുള്ള കാര്യമല്ല അല്ലേ? എത്രയാന്ന് അതിന്റെ തൂക്കം പറഞ്ഞത്? അല്ല, ഉയരം പറഞ്ഞത് 8 അടി. 8 അടിയോളം ഉയരവും 140 കിലോഗ്രാമിലധികവും തൂക്കവുമുണ്ട് ആർക്ക്? ഓക്കെ, 8 അടിയോളം ഉയരവും 140 കിലോഗ്രാമിലധികം തൂക്കവുമുണ്ട് ആർക്ക്? ഒട്ടകപ്പക്ഷിക്ക്. തന്റെ പകുതി പോലും തൂക്കമില്ലാത്ത, അപ്പൊ മനുഷ്യനെ പകുതി പോലും തൂക്കമില്ല അല്ലെ? മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോവുക, കയറ്റിക്കൊണ്ടുപോവുക അല്ലെ? വഹിച്ചു കൊണ്ടുപോകുന്നത് വലിയ വിഷമമുള്ള കാര്യമല്ല. വടക്കേ ആഫ്രിക്കയിലെ ആളുകൾ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. തന്റെ കൂറ്റൻ ശരീരം നിലത്തു നിന്ന് ഉയർത്തിപ്പറക്കാനുള്ള കരുത്ത് ഒട്ടകപ്പക്ഷിക്കില്ല അല്ലെ? വലിയ ശരീരമായതുകൊണ്ട് തന്നെ അത് നിലത്തു നിന്ന് പറക്കാനുള്ള ഒരു ഇത് ആർക്കില്ല? ഒട്ടകപ്പക്ഷിക്കില്ല. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താ ചെയ്യാ? ദൈവം അവയ്ക്ക് നൽകിയിട്ടുള്ള ആയുധം ഏതാണ്? പറക്കാനുള്ളതല്ല, ചിറകല്ല, എന്താണ്? കാലുകളാണ്. അപ്പൊ ഓടിയിട്ടാണ് അവര് രക്ഷപ്പെടുന്നത് എന്നർത്ഥം. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം അവയ്ക്ക് നൽകിയിട്ടുള്ള ആയുധം കാലുകളാണ്. അതിവേഗത്തിൽ ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. മണിക്കൂറിൽ 65 കിലോമീറ്ററോളം വേഗതയിൽ അല്ലെ? അതിവേഗത്തിൽ ഓടാൻ ആർക്ക് കഴിയും? മണിക്കൂറിൽ 65 കിലോമീറ്ററോളം വേഗതയില്, അതായത് ഒരു നഗരവീതിയിൽ ഒരു കാറ് ഓടുന്ന ഒരു വേഗതയിൽ, അതായത് നഗരവീതിയിൽ ഓടുന്ന ഒരു മോട്ടോർ കാറിന്റെ വേഗതയിൽ ഓടാൻ ഒട്ടകപ്പക്ഷികൾക്ക് കഴിയും. പറക്കാൻ കഴിയാത്ത പോരായ്മ ഓട്ടം കൊണ്ട് അവ പരിഹരിക്കുന്നു.
ഇത്രയും വേഗതയിൽ ഓടുന്ന ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് യാത്ര ചെയ്യുക വിഷമമാണ്. നല്ല വേഗതയിൽ ഓടുമ്പോഴായിരിക്കും ചിലപ്പോൾ പക്ഷി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തുക, അല്ലെ? ബ്രേക്ക് ഇട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ കുതിച്ചു ചാടും. അപ്പൊ എന്താവും? പുറത്തിരിക്കുന്ന ആൾ നിലത്ത് വീണത് തന്നെ. ഇത്തരം അപകടങ്ങളെല്ലാം ഉണ്ടെങ്കിലും സാഹസികരായ മനുഷ്യർ ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. എന്താ ഈ സാഹസികരായ മനുഷ്യര്? സാഹസികർ എന്ന് പറഞ്ഞാരാ? വിനോദങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ആൾക്കാര്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ എങ്ങനെയാ മക്കളെ? സാഹസികർ എന്ന് പറഞ്ഞാല് പേടിയൊന്നുമില്ലാത്തവരല്ലേ? അതായത് ചിലതിലൊക്കെ നമ്മ ഇപ്പൊ എന്തെങ്കിലും കാണാനും കറങ്ങാനും ഒക്കെ പോയാല് ചിലതിലെല്ലാം കയറാൻ ചിലവർക്ക് പേടിയേക്കും. പക്ഷെ ചിലവർക്ക് അതൊന്നും ഉണ്ടാവില്ല. സാഹസികരായിരിക്കും അവര്. അപകടമായ അവസ്ഥയിലും അവര് ഏതിലും വലിഞ്ഞു കയറും, അല്ലേ? അങ്ങനെയുള്ളവര് ആരുടെ? ഒട്ടകപ്പക്ഷിയുടെ പുറത്ത് സവാരി ചെയ്യാറുണ്ട്. ഓക്കെ, അത്ര വരെ നമ്മൾ ഇന്ന് പഠിച്ചത് 2 പാരഗ്രാഫ്. നല്ലതുപോലെ വായിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരാനാകുമ്പോഴേക്ക് നിങ്ങൾ നല്ലതുപോലെ 2 പാരഗ്രാഫ് വായിക്കണം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇന്നല്ല നാളെ നിങ്ങൾ അർത്ഥവും പര്യായവും ഒക്കെ നോട്ടിലേക്ക് പകർത്തി എഴുതണം. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായേ. നിങ്ങൾ എല്ലാവരും അറ്റൻഡൻസ് ഇടണം കേട്ടോ. ഓക്കെ, അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം എല്ലാവരും, മറന്നു പോകരുത്. ഓക്കെ ഓക്കെ, എന്നാ ബൈ ബൈ. വെൽക്കം. ബൈ. താങ്ക് യു മിസ്. ബൈ.